ഒന്നും വായിച്ചു നോക്കാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് യഥേഷ്ടം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല അപകടത്തിലാക്കുന്നത്, നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നിങ്ങൾ അപകടത്തിലാക്കുകയാണ്. അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിലെ എന്തൊക്കെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കാൻ അവകാശമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പ്ലേ സ്റ്റോറിൽ എഴുതി വെക്കണമെന്ന് ഗൂഗിളിൻ്റെ നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഡാറ്റ സേഫ്റ്റി എന്ന് പറയുന്ന കോളം നമ്മൾ നിർബന്ധമായിട്ട് വായിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയോ? നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ കമ്പനികൾക്ക് നിങ്ങളുടെ ഫോണിലെ എന്തൊക്കെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കാൻ ആ ആപ്ലിക്കേഷൻ അവകാശമുണ്ട്, ആ വ്യക്തിവിവരങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന് പരസ്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അത് മറ്റൊരു കമ്പനികൾക്ക് വിൽക്കാനും സാധിക്കും. ഈ വിൽക്കാനും വാങ്ങപ്പെടാനും ഒക്കെ ആയിട്ട് എൻ്റെയൊക്കെ ഫോണിൽ എന്ത് വ്യക്തിഗത വിവരമാണ് ഉള്ളത് എന്ന് സമാധാനിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. വ്യക്തിഗത വിവരങ്ങളിൽ പെട്ടതാണ് നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റും. നമ്മുടെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ, നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോൺ നമ്പർ പേര് സഹിതം നമ്മൾ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ? നമ്മൾ ഒന്നും വായിച്ചു നോക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ കമ്പനിക്ക് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ അവകാശമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റും അതേപടി ശേഖരിച്ചിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള അവകാശം ആ കമ്പനിക്കുണ്ട്. ഈ കോണ്ടാക്റ്റ് വിവരങ്ങൾ മറ്റൊരു കമ്പനികൾക്ക് ഇവർക്ക് സെയിൽ ചെയ്യാനും സാധിക്കും. മറ്റൊരു കമ്പനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അന്വേഷിക്കേണ്ട യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല. അപ്പോൾ ഈ വാങ്ങിക്കുന്ന കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആണെങ്കിൽ അതിൻ്റെ അപകടം എന്താണെന്നറിയുമോ? ഇപ്പോൾ വാങ്ങിക്കുന്ന കമ്പനി ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുകയാണ്. ആ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണ്? ആ ആപ്ലിക്കേഷന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളുടെ ഫോൺ നമ്പർ, പേര്, വിവരങ്ങൾ സഹിതം ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് ഈ ഡാറ്റാബേസ് കിട്ടിയത്? നമ്മളൊന്നും വായിച്ചു നോക്കാതെ യഥേഷ്ടം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ നിന്നാണ് ആ പുതിയ ആപ്ലിക്കേഷന് ഡാറ്റാബേസ് കിട്ടുന്നത്. നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്റ്റ് ലിസ്റ്റിൽ സ്ത്രീകൾ ഏതാണ്, പുരുഷന്മാരേതാണ് എന്നൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഡാറ്റാബേസ് വാങ്ങുമ്പോൾ എനിക്ക് കേരളത്തിലെ 2 ലക്ഷം സ്ത്രീകളുടെ കോണ്ടാക്റ്റ് വിവരങ്ങളാണ് വേണ്ടത്, 3 ലക്ഷം കോണ്ടാക്റ്റ് വിവരങ്ങളാണ് വേണ്ടത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കമ്പനിക്ക് എഴുതി കൊടുക്കാൻ ചിലപ്പോൾ എനിക്ക് പരസ്യാവശ്യങ്ങൾക്കായിട്ടാണ്, അതായത് സ്ത്രീകളുടെ പരസ്യാവശ്യങ്ങൾക്കായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കോണ്ടാക്റ്റ് വിവരങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ഇവരെന്താ ചെയ്യുക? അവർ ഇത്തരം കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നു. ഏതൊരുത്തനും തൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളുടെ ഫോൺ നമ്പറും പേര് വിവരങ്ങളും അവരുടെ ലൊക്കേഷൻ സഹിതം ഈ ആപ്ലിക്കേഷന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ, വീഡിയോകൾ, എന്തിന് നിങ്ങളുടെ ഫോണിലെ കോൾ ലോഗ്സ് ഉണ്ടല്ലോ, നിങ്ങൾ എത്ര പേരെ വിളിക്കുന്നു, എത്ര ഡ്യൂറേഷനിൽ വിരിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടമുള്ള ആരാണ്, നിങ്ങൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ ഒരു കമ്പനിക്ക് ലഭിച്ചാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഇവിടെ വിവരിക്കണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ആപ്ലിക്കേഷന് നമ്മുടെ എന്തൊക്കെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ അവകാശമുണ്ടെന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് അതിന് നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാമെന്ന് നോക്കാം. അതിനിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്യാൻവ ഓപ്പൺ ചെയ്യുകയാണ്. അല്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡാറ്റ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. അതിൻ്റെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നോ ഡാറ്റ ഷെയർഡ് വിത്ത് തേർഡ് പാർട്ടീസ് എന്ന്. അതായത് ഈ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡാറ്റയും ഇത് മറ്റൊരു കമ്പനിക്കും സെയിൽ ചെയ്യുന്നതല്ല. ഇനി ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഫേസ്ബുക്കിലായിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡാറ്റ സേഫ്റ്റിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡാറ്റ ഷെയർഡ് എന്ന്. ഡാറ്റ ദാറ്റ് മൈ ബി ഷെയർഡ് വിത്ത് അതർ കമ്പനീസ് ഓർ ഓർഗനൈസേഷൻ. മറ്റ് കമ്പനിക്കും ഓർഗനൈസേഷനുമൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഷെയർ ചെയ്യാനുള്ള അവകാശം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഫേസ്ബുക്കിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്തൊക്കെ ഡാറ്റയാണ് ഫേസ്ബുക്ക് മറ്റു കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ ഇൻഫോ, അതുപോലെ തന്നെ ഡിവൈസ് ഓർ അതർ IDs നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഞാൻ പ്രൊഫഷണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എൻ്റെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, യൂസർ ID, ഫോൺ നമ്പേഴ്സ്.
അപ്പോൾ ഇതൊക്കെയാണ് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഈ വിരോധാഭാസം. അവിടെ നിങ്ങൾക്ക് കാണാം ഫ്രോഡ്, അതായത് വ്യാജൻ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് എഴുതുന്നത്. അതൊന്നും കറക്റ്റല്ല. ഞാൻ ഗൂഗിൾ ജെമിനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതെന്താണെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞപ്പോൾ ഗൂഗിൾ ജെമിനി തന്ന മറുപടി ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിർബന്ധമായും കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ എഴുതിയതിൻ്റെ ഒക്കെ യഥാർത്ഥം എന്താണെന്ന്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി ഡാറ്റ കളക്റ്റഡിൽ വരാം. നമ്മുടെ ഫോണിലുള്ള എന്തൊക്കെ ഡാറ്റകളാണ് ഫേസ്ബുക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത്? അത് കോണ്ടാക്റ്റ്, ഫയൽ ആൻഡ് ഡോക്സ്, അതുപോലെ തന്നെ ഓഡിയോ മുതൽ എല്ലാ കാര്യങ്ങളും, ലൊക്കേഷനും മെസ്സേജും എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്ക് ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഫേസ്ബുക്കിൻ്റെ അകത്തും നിരവധി സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിന് ഇത്തരം കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻസ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത സംഗതികളിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യം നമുക്ക് ഫേസ്ബുക്കിൽ കിട്ടുന്നത് നമ്മുടെ എല്ലാ പെർമിഷൻസും ഫേസ്ബുക്കിനുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം പോലും നമ്മുടെ ഫോൺ ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതത് കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണ് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഒരു വിശ്വാസയോഗ്യമായ കമ്പനിയാണെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാൻ പറ്റും. പക്ഷേ ട്രൂ കോളർ പോലത്തെ ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒന്നും വായിച്ച് നോക്കാതെ ഡൗൺലോഡ് ചെയ്യുന്നവരെ ഞാൻ എന്താണ് പറയേണ്ടത്? ഈ ട്രൂ കോളർ നമ്മുടെ ഫോണിൽ നിന്ന് എന്തൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത്? നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റൊക്കെ അതേപടി വെബ്സൈറ്റിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി മുതൽ നമ്മുടെ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ സൈറ്റിലേക്ക് കൊണ്ടുപോകും, അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ട്രൂ കോളറൊന്നും വിശ്വാസയോഗ്യമായൊരു കമ്പനി പോലുമല്ല. അതിന് വേണ്ടിയിട്ടാണ് സകല പെർമിഷൻസും കൊടുത്തിട്ട്, അതായത് കോൾ ചെയ്യുന്നത് ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരെയും ആൾക്കാർ അപകടത്തിലാക്കുന്നത്. അപ്പോൾ ട്രൂ കോളറിൻ്റെ അപകടങ്ങളെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നതാണ്. പലരും ഇപ്പോഴും ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ജെമിനി ആപ്പിൽ ഞാൻ ഈ ഫേസ്ബുക്കിൻ്റെ ഡാറ്റ സേഫ്റ്റിയുടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ ജെമിനി ആപ്പ് എന്താണ് മറുപടി തന്നതെന്ന് കൂടി പറഞ്ഞിട്ട് വീഡിയോ നിർത്താം. ഈ ചിത്രം ഫേസ്ബുക്ക് തങ്ങളുടെ ഉപയോക്താക്കളുടെ ഡാറ്റ മറ്റ് കമ്പനികളുമായി പങ്കുവെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരമാണ് നൽകുന്നത്. ഇതിൽ പ്രധാനമായും ഉപകരണ ID, പേര്, ഇമെയിൽ, ഫോൺ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഫേസ്ബുക്ക് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ തിരിച്ചറിയുന്ന ഒരു യൂണീക്ക് ID മറ്റ് കമ്പനികളുമായി പങ്കുവെക്കുന്നു. നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ എന്നിവ ചതിപ്പ് തടയുന്നതിനും സുരക്ഷയ്ക്കും ഉപയോഗിക്കുന്നതിനായി മറ്റ് കമ്പനികളുമായി പങ്കുവെക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ലക്ഷ്യമാക്കിയ പരസ്യങ്ങൾ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫേസ്ബുക്കിന്റെ സ്വകാര്യതാ സെറ്റിംഗുകൾ പരിശോധിച്ച് നിങ്ങളുടെ ഡാറ്റ പങ്കിടൽ നിയന്ത്രിക്കുക. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലുള്ള സെറ്റിംഗുകൾ പരിശോധിക്കുക. നിങ്ങളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ കുറയ്ക്കുക. ഒരു VPN ഉപയോഗിക്കുക. ഒരു പ്രൈവസി ഓറിയന്റഡ് സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നത്തിൻ്റെ തീവ്രത എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പലരും ഇത് കെയർലെസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ആൾക്കാരുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.